ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആശിൻ വ്ളോഗ്സ്. ഇന്ന് നമ്മളുടെ ഓഫീസിൽ നിന്ന് ഒരു ചെറിയൊരു ഫംഗ്ഷന് പോവുകയാണ്. റമദ ആലപ്പി വെച്ചിട്ടാണ് പരിപാടി. അപ്പോൾ അത് ചേച്ചിമാരൊക്കെ വണ്ടിയിൽ കയറി റെഡിയായിട്ട് സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളിതേ വണ്ടി എടുത്ത് നമ്മുടെ ഓഫീസ് ക്യാബിൽ കയറിയിട്ടാണ് നമ്മൾ റമദ ആലപ്പുഴയിലോട്ട് പോകുന്നത്. അങ്ങനെ റമദയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ രാത്രിയായി, ഒരു 7 മണിയൊക്കെ ആയി. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ ബാക്കിയുള്ള നമ്മുടെ ക്രൂ മെമ്പേഴ്സൊക്കെ വന്ന് നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി നേരെ അവിടെ ചെന്ന ഉടനെ തന്നെ നമ്മൾ പോകുന്നത് വെൽക്കം ഡ്രിങ്ക് കുടിക്കാനായിട്ടാണ്. വെൽക്കം ഡ്രിങ്ക് കുടിച്ചു. സംഭവം കൊള്ളായിരുന്നു കേട്ടോ. എനിക്ക് വെൽക്കം ഡ്രിങ്ക് നല്ലതായിട്ട് ഇഷ്ടമായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആദർശ് കച്ചേരി വന്നു. അവൻ്റെ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് പൊക്കി കാണിച്ചു തരികയാണ്. സംഭവം ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ചിക്കൻ്റെ ആണെങ്കിലും സീ ഫുഡിൻ്റെ ആണെങ്കിലും റൈസ് ആണെങ്കിലും എല്ലാം കുറേ ഐറ്റം ഉണ്ട്. അതൊക്കെ അവനെ എനിക്ക് ഇങ്ങനെ എടുത്ത് കാണിച്ച് തരുന്നുണ്ട് ഓപ്പൺ ആക്കിയിട്ട്. നമ്മൾ അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി സെറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇതൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഡെസേർട്ടിൻ്റെ സെക്ഷനിൽ പോവാണ്. ഡെസേർട്ടൊക്കെ ഇവിടെ ഉണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ കൊതി വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കണ്ടതിന് ശേഷം നമ്മളെല്ലാവരും ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ CEO സാറായിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെട്ടിട്ട് ജസ്റ്റ് അത് കഴിഞ്ഞ് നമ്മൾ ഫുഡിങ് ആണല്ലോ മെയിൻ പരിപാടി. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടറൊക്കെ കഴിച്ചു, മെയിൻ കോഴ്സൊക്കെ കഴിച്ചു. നല്ല മുട്ട നല്ല ഫുഡൊക്കെ അടിച്ചു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു പാട്ട് പാടുമെന്ന് ചോദിച്ചപ്പോൾ 2 ചേച്ചിമാർ കൊട്ടിക്കത്ത നാണം ഗൈസ്. പിന്നെ ഒരു പാട്ട് പാടിയില്ല. ഞങ്ങളെല്ലാവരും ജസ്റ്റ് ഈ പുള്ളിക്കാരൻ്റെ തള്ളൊക്കെ കേട്ട് അവിടെ നിന്ന്. അതിൻ്റെ ഇടയ്ക്ക് 2 പേരും ഒടുക്കത്തെ ഡിസ്കഷൻ വർക്കിനെ പറ്റിയിട്ടാണ് തോന്നുന്നത്. എല്ലാവരും ബൈ ബൈ പറയാൻ നേരമായിട്ടുണ്ട്. എല്ലാവർക്കും ബൈ ബൈ ഒക്കെ പറഞ്ഞ് നേരെ അവിടെ നിന്ന് പിരിഞ്ഞു. റമദാനിലെ പാർട്ടി നമ്മൾ അടിച്ചു പൊളിച്ചിരിക്കണം.